തിരുവല്ല മുതൽ അട്ടക്കുളങ്ങര വരെ പോകുന്ന റോഡിന്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. പൂവാർ, വിഴിഞ്ഞം, കോവളം എന്നീ സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡ് മാർഗമാണിത്. സമീപത്തായി സ്കൂളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് വഴിയാത്രക്കാർ നടപ്പാതയായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. അതിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എന്തായാലും ഈ നാട്ടുകാർക്ക് ഈ റോഡിന്റെ ഈ അവസ്ഥയെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നമ്മളെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു ദുരന്തമാണ്. ആക്ച്വലി ഇവിടെ സ്കൂളിരിക്കുകയാണ്, പിന്നെ ഈ മെയിൻ റോഡാണല്ലോ, ഇപ്പം എല്ലാ ദിശയിലേക്കും പോകണതാണ്. അപ്പം ഇത് ഇലക്ഷൻ വരുമ്പോഴും പൊങ്കാല വരുമ്പോൾ ഒന്ന് ശരിയാക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കുണ്ടും കുഴിയും വളരെ മോശമായ ഒരു ദുരവസ്ഥയാണ്. ഈശോടുന്നതും പൂവാറിക്കുന്ന റോഡാണ്. ഇത് കുളമായി കിടന്ന കാലം കുറേയായി. ഇന്ന് 2 ദിവസം മുമ്പേ 2 പേര്, ഒരു പെൺകുട്ടിയും ഒരുത്തിനും ഈ കുഴിയിൽ വന്ന് മറിഞ്ഞു വീണു. നാട്ടുകാരെല്ലാം കൂടെ തൂക്കിയെടുത്ത് വിട്ടത്. ആ കുട്ടിയുടെ കാലും കൈയെല്ലാം കുറഞ്ഞ്, പിന്നെ ആൾക്കാർ തൂക്കിയെടുത്ത് ഇവിടെ കരയിലോട്ട് കൊണ്ടുവച്ച്. ഇവിടെ ഇപ്പം കുറച്ച് വെള്ളം കിട്ടുമെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ കുഴി കിടക്കണമെന്നറിയാം, അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ സ്ലോവാക്കി വന്നിട്ട് കയറിപ്പോകും. അല്ലെങ്കിൽ വന്ന് ഇടിച്ച് കളിച്ച് തന്നെ പോകുന്നത്. ഇവിടുത്തെ ദുരിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളമായി. കാരണം അവിടം വരെ ആ ഓടയുടെ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ പരവങ്കുന്നിലോട്ട് പോയിരുന്നാലും കമലേശ്വരത്തിലോട്ട് പോയിരുന്നാലും മൊത്തത്തിൽ വല്ലാത്തൊരു ദുരിതമാണ്. കാരണം ബിസിനസ് മേഖല പാടെ തകർന്നു. ഒരുപാട് ആക്സിഡൻറ്റും ഒരു വഴിയാത്രക്കാർക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഈ റോഡ്. നമ്മുടെ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 3 സീസണാണ് ഈ വ്യാപാരികളുടെ. ഇവിടെ കംപ്ലീറ്റ് ഹോൾസെയിൽ കടയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ 3 സീസൺ കംപ്ലീറ്റ് ഇപ്പോൾ 2 സീസൺ പാടെ പോയിരിക്കും. അടുത്തൊരു പ്രതീക്ഷ ഓണമാണ്. അതിനു മുമ്പ് എന്തായിരുന്നാലും ഇത് ശരിയാവുന്ന നമുക്കൊരു പ്രതീക്ഷയില്ല. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇതുവഴി സാധാരണ ആൾക്കാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല. ഈ കാണുന്ന കുഴിയുണ്ടോ, ആ കുഴിയിൽ എന്തുമാത്രം ആക്സിഡൻറ്റ് ഉണ്ടായെന്നറിയാമോ? ഒരുപാട് റീറ്റെയിൽ കച്ചവടക്കാരും ഹോൾസെയിൽ കച്ചവടക്കാരും ഉള്ള റോഡാണ്. ഒരുപാട് കസ്റ്റമർ ഈ റോഡിലോട്ട് വരാൻ കാരണം നമ്മുടെ കച്ചവടത്തിന് തന്നെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണ് തുറക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇതുവഴിയാണോ സ്ഥിരം യാത്ര ചെയ്യുന്നത്? ഇതുവഴിയാണോ? വന്ന് വീണിട്ട് വരെ ഉണ്ട് ഇതുവഴി. ഭയങ്കര ഒരു ദിവസം ശരിയാകും, അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ തന്നെയാണ്. കുഴിയും ബഹളവുമായിട്ട് റോഡ് മൊത്തം വെള്ളമായ കുഴി മൊത്തം അറിയാനൊന്നും പറ്റത്തൊന്നുമില്ല. വന്ന് വീണ് ഭയങ്കര അപകടവും. കുളങ്ങര മുതൽ തിരുവല്ലം വരെ ഇത്രയും ഗതികെട്ട റോഡ് ഈ കാലഘട്ടത്തിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അത്ര ഗതികേടാണ്. ആൾക്കാർക്ക് നടക്കാനും പറ്റുന്നില്ല, വാഹനം ഓടിക്കാനും പറ്റുന്നില്ല, ആരും തിരിഞ്ഞു നോക്കാനില്ല. അതാണ് അവസ്ഥ. ഇതിൻ്റെ അടിയിൽ ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നു, അവരതിലിട്ട് തോണ്ടി. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡ് മറ്റും ഉടക്കായി അവിടെ കിടന്നു, വർക്ക് കിടന്നു. ഇപ്പോൾ രണ്ടാമതിപ്പോൾ വർക്ക് തുടങ്ങി. ഇന്നലെ തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാണ് വാട്ടർ ലൈനാണ്. ആ തിരുവല്ല തൊട്ട് ഇങ്ങോട്ടുള്ള ഏതാണ്ട് അമ്പലത്തറ വരെ കഴിഞ്ഞു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയാലും ഇവിടെ ടാർഗറ്റ് വെക്കും. ഇവിടെ തൊട്ട് ബൈപ്പാസ് വരെ പിടിച്ചേക്കുന്നത് അവിടെ റോഡ് വെള്ളക്കെട്ടിന് പിടിച്ച കണ്ടക്ടറാണ് TPL. അവരെ വർക്ക് അങ്ങേറ്റം തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ കാലമായി. ഈ പൈപ്പിൻ്റെ തീർന്നാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ലെവലാണ്. ജംഗ്ഷനിൽ പോയി നോക്കണം. ഇതിനെക്കാളും വലിയ പൈപ്പ് അത്രയും പൊട്ടി. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ മാത്രം 6-7 പ്രാവശ്യം പൊട്ടി. അത് നന്നാക്കും, വീണ്ടും പോകും. എന്തെങ്കിലും ചുറ്റി വയ്ക്കും, റബ്ബറോ വല്ലതും ഇട്ട് ചുറ്റി. അത് വീണ്ടും അതേ സ്ഥിതി, വീണ്ടും പൊട്ടും. ഇപ്പോൾ അവിടെ നിന്ന് ഇട്ട് വരുന്നത് എങ്ങനെയാണെന്നറിയാം? പാറപ്പൊടിയും ചല്ലിയും കൂടെ കുഴച്ച് സിമൻ്റൊന്നും ചേർക്കാതെ ഇതിലിട്ട് വരെയാണ് അവിടെ നിന്ന്. അത് ഒരു വണ്ടി വന്ന് അതിൽ വീഴുമ്പോൾ ഈ കല്ലങ്ങ് തെറിച്ച് പോകും, വീണ്ടും കുഴിയാവും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നാളുകൊണ്ട് ഇങ്ങനെയാണ്, ഭയങ്കര അപകടമായ രീതിയിലാണ് കിടക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടംപോലെ പെൺകുട്ടികളാണ് വന്ന് വീഴുന്നത്. മഴ സമയത്ത് നല്ല ഇഷ്ടംപോലെ പെൺകുട്ടികൾ വന്ന് വീഴുന്നുണ്ട്. ഇവിടെ മുട്ട് തിരുവല്ലം വരെ എല്ലാം ഇങ്ങനെയാണ് കിടക്കുന്ന റോഡ്. വലിയ അവസ്ഥയാണ് ഇതിപ്പം. മഴ വന്നാൽ പിന്നെ നോക്കണ്ട, ചെറുക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പം പൈപ്പ് ലൈൻ ഇട്ടതാണ് ഈ ഇങ്ങനെ കിടക്കുന്നത്. അവരങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ കുട്ടികളൊന്ന് വീണുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുട്ടി അപ്പുറത്ത് അമ്പലത്തറ വന്ന് വീണു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോഴും.